الحمد لله الذي أنزل قرآنا عربيا هدى للناس وبينات من الهدى والفرقان تبيانا وتفصيلا لكل شيء. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق، ونحن اليوم في دورة من دورات دروس اللغة العربية لغير الناطقين بها، وقد أكملنا كم درسا؟ 11 درسا من القسم الثاني أو من الدورة الثانية، صفحة رقم 84. كم؟ صفحة رقم 84. ماذا قلنا عن هذا الدرس؟ الدرس الثاني عشر. അപ്പോൾ ഒരു സ്ത്രീ പോയി എന്ന് പറയുമ്പോൾ പോകുന്നു എന്ന് പറയുമ്പോൾ എന്തായി? ഒരു സ്ത്രീ പോകുന്നു പറയുമ്പോൾ എന്ത് പറയും? من حضر الآن؟ من دخل في الدرس الآن؟ معاذ أحمد؟ أحمد. لا، معاذ أحمد. معاذ أحمد. من معاذ أحمد؟ سلم يا معاذ أحمد. يا معاذ أحمد سلم عشان نعرف من أنت أو أنت. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله. ما اسمك؟ حسينة. حسين. طيب، أين മോന്റെ ذهبت؟ പേര് أين ذهبت؟ لما تأخرت؟ മോളിനെ പഠിപ്പിക്കായിരുന്നു. ഓക്കെ. നമ്മള് തദ്ഹബു എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. തദ്ഹബു എന്ന് പറഞ്ഞാൽ ഹുവ യദ്ഹബു ഹിയ തദ്ഹബു, അവൾ പോകുന്നു, അവൾ പോകുന്നു. അപ്പൊ അൻത തദ്ഹബു എന്നതുമായി അതിന് കോംപ്ലിക്കേഷൻ ഇല്ല, അത് കഴിഞ്ഞ വിഷയമാണ്. എന്നാലും മുന്നിൽ നിൽക്കുന്ന ആളോട് പറയുമ്പോൾ തദ്ഹബു അൻത എന്ന് പറയും, നീ പോകുന്നു. അപ്പൊ സംസാരം മുന്നിൽ നിൽക്കുന്ന ആളോടാണ്, അപ്പൊ അത് പുരുഷനോടായിരിക്കുമ്പോഴാണ് അങ്ങനെ വരും. മറഞ്ഞ ആളെ കുറിച്ച് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഹിയ, ഒരു പെണ്ണിനെ കുറിച്ച് പറയുമ്പോഴാണ് ഹിയ തദ്ഹബു എന്ന് പറയുന്നത്. ആണാണെങ്കിൽ യദ്ഹബു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ മൂന്നാമത്തെ ആയ പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ തദ്ഹബു എന്ന് പറയും. ഇനി നീ ഒരുത്തി പോകുന്നു, തദ്ഹബു അൻത എന്നാണ് ആണിനോട് പറയുന്നത്. അതേസമയം തദ്ഹബീന ഒരു പെണ്ണിനോട് പറയുമ്പോൾ തദ്ഹബീന എന്ന് പറയും. തദ്ഹബീന. അതേപോലെ പെണ്ണുങ്ങൾ ബഹുവചനമാണെങ്കിൽ അവർ പോകുന്നു എന്നങ്ങനെ പറയും, തദ്ഹബന. ആ നൂനിനെയാണ് എന്ന് പറയുന്നത് പെണ്ണുങ്ങളുടെ നൂന് എന്നറിയും. നൂന് നിസ്വത്ത് എന്നാണ് പറയുന്നത്. നൂന് നിസ എന്നോ നിസ്വത്ത് എന്നോ പറയാം. അപ്പോ പെണ്ണുങ്ങളുടെ നൂനിന്റെ മുമ്പ് എന്തായിരിക്കും? സുക്കൂനായിരിക്കും. സുക്കൂൻ. ഹൈ എന്ന് പറഞ്ഞു. തദ്ഹബന, തതഹന, തഹ്തഹന എന്നൊക്കെ പറയുന്നു. അപ്പൊ തദ്ഹബന. പിന്നെ ഉള്ളത് നദ്ഹബു, നക്തുബു. നദ്ഹബു എന്ന് പറയുമ്പോൾ
അത് എന്താണ്? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്. അദ്ഹബു എന്ന് പറയുമ്പോഴും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്. എന്റെ ഉദാഹരണങ്ങളൊക്കെ വരും. പിന്നെ യോമുസബത്ത്, അതേപോലെ സബാഹൻ മസാഅൻ കുല്ലയവും, യോമുൽ ഖമീസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ദിവസങ്ങളുടെ സമയം, ദിവസങ്ങൾ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. പിന്നെ ഒന്ന് കാലയ്ക്ക് ശേഷം വരുന്നത് ഇന്നയായിരിക്കും വരിക. കാലയുടെ ശേഷം അന്നയല്ല വരിക, ഇന്നയായിരിക്കും വരിക. അതേപോലെ കാല എന്ന് പറഞ്ഞാൽ കാലയോ അതിന്റെ രൂപഭേദങ്ങളോ ഒന്ന് ഇന്നയായിരിക്കും വരിക. വന്നയോ അതിന്റെ രൂപഭേദങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ അന്നയായിരിക്കും വരിക. ഇത് രണ്ടും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതേ കാല ഒഴികെയുള്ള ബാക്കി എല്ലാത്തിനും എന്താ വരിക? അന്നയായിരിക്കും. കാലയാണെങ്കിൽ ഇന്നയായിരിക്കും വരിക. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം പറയാത്ത ചില സംഗതികൾ. അപ്പൊ വന്നയ്ക്കും മറ്റെല്ലാത്തിനും അങ്ങനെയാണോ ഉസ്താദേ വരിക? അല്ല, കാലയ്ക്ക് ശേഷം, കാലയ്ക്ക് മാത്രം ഇന്ന, ബാക്കി എല്ലാത്തിനും അന്ന. തുടക്കത്തിലല്ലെങ്കിൽ കേട്ടോ, തുടക്കത്തിലാണെങ്കിൽ ഇന്നയായിരിക്കും തുടക്കത്തിൽ. ഇന്നല്ലാഹ, അന്നല്ലാ, അന്ന കൊണ്ട് തുടങ്ങില്ല, ഇന്ന എന്നാണ് തുടക്കത്തിൽ. ഇടയിലാണെങ്കിൽ കൗലിന് ശേഷം അഥവാ കാലയുടെ രൂപഭേദങ്ങൾക്ക് ശേഷം ഇന്നയായിരിക്കും വരിക, ബാക്കി എല്ലാത്തിനും ശേഷം അന്നയായിരിക്കും വരിക. ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ പാഠം വായിക്കുമ്പോൾ മനസ്സിലായി. ഇൻട്രഡക്ഷൻ പറയുമ്പോൾ അത്രയും നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. നമുക്ക് നോക്കാം. الدرس الثاني عشر. حامد ماذا تفعلين يا أم أحمد؟ അപ്പൊ ഉമ്മ അഹ്മദ് എന്ന ഒരു പെണ്ണിനോടാണ് ചോദിക്കുന്നത് മാതാ തഫ്അലീന, മാതാ തഫ്അലീന. ദീർഘമാണ്, സുക്കൂനാണ് എന്ന് പറയരുത്. ദീർഘമാണ്, ഹർഫ് മദ്ദാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഹർഫ് മദ്ദിന് സുക്കൂനാണ്. പക്ഷേ നമ്മൾ നൂനുൻ നിസാഇന്റെ മുമ്പിലുള്ള നൂനുൻ നിസ്വത്തിനുള്ള മുമ്പുള്ള സുക്കൂൻ എന്ന് പറയുമ്പോൾ എന്ത് സുക്കൂനാണ്? അത് സുക്കൂൻ ഹയ്യാണ്. അത് ഹർഫ് മദ്ദിന്റെ സുക്കൂനല്ല. തഫ്അലീനയില് ഹർഫ് മദ്ദാണുള്ളത്. തഫ്അലീന, ഈ ഒരു പെണ്ണ് പ്രവർത്തിക്കുന്നു. മാദാ തഫ്അലീന യാ ഉമ്മ അഹ്മദ്, യാ ഉമ്മ അഹ്മദ. അഹ്മദിന് ഉമ്മ അഹ്മദ് എന്ന് പറഞ്ഞാൽ ഉമ്മിന് അഹ്മദിന് പകരം മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? യാ ഉമ്മ മുഹമ്മദിൻ എന്ന് പറയും. കാരണം ഇളാഫത്താണ് അവിടെ. അഹ്മദ് എന്ന നാമം ഗൈർ മുൻസരിഫ് ആയതുകൊണ്ടാണ് ഉമ്മ അഹ്മദ. അവിടെ രണ്ടും അറബി പദല്ലേ ഉസ്താദേ? അപ്പൊ അറബി പദമാണ്. അഹ്മദിന് വേറെ നിയമമാണ്. അഹ്മദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു നാമമാണ്, പെട്ടെന്ന് പ്രശ്നമില്ല. അതേസമയം അഹ്മദ് എന്ന് പറയുമ്പോ അഹ്മദുല്ലാഹ എന്ന് പറയാലോ. ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അപ്പൊ ക്രിയയുമായി അതിന് സാദൃശ്യമുള്ളു. അതുകൊണ്ടാണ് അതിനെ നാമമാവുമ്പോൾ അതിനെ ഗൈർ മുൻസരിഫാക്കിയിരിക്കുന്നത് എന്നാണ് ഭാഷയിൽ പറയുന്നത്. ക്രിയയുമായി, ക്രിയ രൂപമായി അതിന് സാദൃശ്യമുള്ളത് കൊണ്ടാണ് അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? നാമമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നാമത്തിൽ വരുമ്പോൾ അത് ഗൈർ മുൻസരിഫായിരിക്കും. അങ്ങനെയാണ് ഒരു വകുപ്പുള്ളത്. അപ്പോ തഫ്അലീന, നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ തഫ്അലീന എന്നാണ്. അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഉമ്മു അഹ്മദ. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അവർ ഇതിന്റെ അവസാനമൊക്കെ അടയാളം ചെയ്യും. ഉമ്മു അഹ്മദ് പറഞ്ഞു അബഹസു അനി ദവാഇ അല്ലദി അഖദ്തുഹു മിനൽ മുസ്തശ്ഫ അംസി. അബഹസു. ماذا قالت أم أحمد؟ قالت أم أحمد أبحثu. അപ്പൊ അബഹസു എന്ന് പറയുന്നിടത്ത് ഉമ്മ അഹമ്മദ് പറഞ്ഞാലും അബു അഹമ്മദ് പറഞ്ഞാലും എന്തായിരിക്കും? ഉമ്മ പറഞ്ഞാലും വാപ്പ പറഞ്ഞാലും ഇതിന്റെ ഉമ്മ അഹമ്മദ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അതൊരു പേരാണ് നമ്മൾ വിചാരിച്ചു. ഉമ്മ അഹമ്മദ് എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ നമുക്ക് പേരറിഞ്ഞുകൂടെങ്കിലോ, ഒന്ന് പേരറിഞ്ഞുകൂടാതിരിക്കുക, അല്ലെങ്കിൽ ആ സ്ത്രീയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് അവരുടെ പേര് ഡയറക്റ്റ്
പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്, മകന്റെ പേര് ചേർത്ത് ഉമ്മയെ വിളിക്കുന്നത്. ഉമ്മ അത് അറബികളിൽ പ്രസിദ്ധമാണ്. അപ്പൊ അതേപോലെ മകന്റെ പേര് ചേർത്തിട്ട് വാപ്പയെ വിളിക്കും. അപ്പോ എന്നെ നുജൂം യാ നുജൂം എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്നെ റെസ്പെക്ട് ചെയ്യണം എങ്കിൽ എന്ത് ചെയ്യാം, മസ് മുബിനൊക്കെ എന്ന് ചോദിക്കും, എന്റെ മോന്റെ പേരെന്താന്ന് ചോദിക്കും. അങ്ങനെ പറയും, മോന്റെ പേര് ഷമീം എന്നാണ്. അപ്പൊ പിന്നെ എല്ലാവരും എന്ത് ചെയ്യും, യാ അബു ഷമീം എന്ന് വിളിക്കും. അപ്പൊ അബു ഷമീം എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, റെസ്പെക്റ്റും ആണ് പേര് വിളിച്ചത്. അപ്പൊ അതിന്റെ കൂടെ സയ്യിദ് ചേർത്ത് ഉപയോഗിക്കാം, ഉസ്താദ് ചേർത്ത് പറയും, ഷേഖ് ചേർത്ത് പറയും, അതേപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ടൈറ്റിൽ ചേർത്ത് യാ മാലിം എന്നൊക്കെ പറയും, അധ്യാപകൻ എന്നൊക്കെ പറയുന്ന രീതി. പക്ഷേ യഥാർത്ഥത്തിൽ അറബികളുടെ ശൈലി എന്ന് പറയുന്നത് അബു ചേർത്ത് പറയലാണ്. ആ രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1, 2 നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി അഹമ്മദിന്റെ പേരാണ് ചേർത്തത്, മനസ്സിരിപ്പാണ് എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അബഹസു, അപ്പൊ ആപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും അബഹസു എന്ന ഒറ്റ രൂപയേ ഉള്ളൂ. കാരണം സ്ത്രീക്കും പുരുഷനും ഒരു രൂപമാണുള്ളൂ. ഏകവചനം ബഹുവചനം 2 രൂപമേ ഉള്ളൂ. ദ്വിവചനം എന്തിനില്ല, സംസാരിക്കുന്ന ആൾക്ക് ദ്വിവചനത്തിന്റെ പ്രയോഗം അറബിയിലില്ല. ഏകവചനം ബഹുവചനമേ ഉള്ളൂ. പിന്നെ പെണ്ണിനും ആണിനും ഒരേ രൂപം തന്നെയാണ്. അബഹസു അനിദ്ദവ. അപ്പൊ ഈ വാക്ക് നിങ്ങൾ എഴുതി വെച്ചോളാം. അബഹസുവിന്റെ കൂടെ എന്ത് വരും, അൻ വരും. ബഹസ അൻ, അത് എഴുതി വെച്ചേക്കാം. അപ്പൊ ബഹസയുടെ കൂടെ ബഹസ സെർച്ച് ചെയ്തു എന്ന് എഴുതിയിട്ട് ബഹസ എന്ന് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റ് എന്ന് എഴുതിയിരിക്കണം, ബഹസ അൻ എന്ന് എഴുതി വെക്കണം. അപ്പൊ ബഹസയുടെ കൂടെ എപ്പോഴും അന്നായിരിക്കും വരിക. അബഹസു ദവ എന്ന് പറയൂല, അബഹസു അനിദ്ദവ എന്നാണ് പറയുക. അനിദ്ദവ എന്നാണ് പറയുക. അനിദ്ദവ ഇല്ലദി അഖൽതുഹു, the one which I have taken, ഞാൻ എടുത്തുകൊണ്ട് വന്ന, മിനൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിൽ നിന്നും, അംസി, ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്ന മരുന്ന് ഞാൻ നോക്കുകയായിരുന്നു. ഹാമിദ് هو على المكتب في غرفتي, هو على المكتب في غرفتي. അപ്പൊ ഹാമിദ് എന്താണ്, ഹാമിദ് ആണ് അബു അഹമ്മദ്. അതെ, മുഹമ്മദ്. അപ്പൊ എന്ത് ചെയ്യാണ്, അവര് പരസ്പരം വിളിക്കുക ഇങ്ങനെയാണ്. ഓ, ഇവിടെ നമ്മുടെ മലയാളികൾ, നമ്മുടെ പല ആൾക്കാരുടെ അടുത്തുണ്ട് അങ്ങനെ വിളിക്കും. കുട്ടികളുടെ വാപ്പാന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു രീതി. അത് തന്നെ, അതേ രീതി ചില ആൾക്കാർ, അതേ രീതി അവിടെ മോസ്റ്റ് ഫേമസ്, മോസ്റ്റ് കോമൺ ആണ്. ഇത് ഇംഗ്ലീഷിലും അല്ല മറ്റു പല ഭാഷകളിലൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡൊണാൾഡ്സിന്റെ മകൻ എന്നാണ് മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞത്. സൺ ഓഫ് എന്നുള്ള ഇതാണ്. അല്ല, മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്നത്, മക്ഡൊണാൾഡ്സ് എങ്ങനെ എഴുതുന്നത്, സ്പെല്ലിംഗ് എന്താ, MC ആണ്, MC മാത്രമേ എഴുതുള്ളൂ, മക്ഡൊണാൾഡ്സ് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായിരുന്നാലും അത്, അപ്പൊ ഞാൻ ഒരാളിന് ഇതേപോലെ ഒരു പേര് ഉണ്ടായിരുന്നു, മാക് ചേർന്ന ഒരു പേരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അഡ്രസ് ചെയ്തു മിസ്റ്റർ ഡൊണാൾഡ്സ് എന്ന് അഡ്രസ് ചെയ്തപ്പോൾ അയാൾ മിസ്റ്റർ ഡൊണാൾഡ്സ് എന്ന് അഡ്രസ് ചെയ്യാൻ പറ്റില്ല, അത് അവന്റെ എന്താണ് വാപ്പാടെ പേരാണ്. ഡൊണാൾഡ്സ് എന്നത് മക്ഡൊണാൾഡ്സിന്റെ വാപ്പാടെ പേരാണ്, അച്ഛന്റെ പേരാണ്. മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ്സിന്റെ മകൻ എന്നാണ്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ മറ്റ് ഭാഷകളിലൊക്കെ ഉണ്ട്, നമുക്കറിയാത്തതുകൊണ്ടാണ്, അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും. ഹാമിദ് പറഞ്ഞു, ഹുവ അലൽ മക്തബി ഫി ഗുർഫതി, അത് എന്റെ റൂമിൽ മേശപ്പുറത്ത് ഉണ്ട്. കൈഫ ഹാലുക്കൽ യൗം, എങ്ങനെ ഉണ്ട് ഇന്ന്, കൈഫ ഹാലുക്കിൽ യൗം, ഉമ്മ അഹമ്മദിനോടാണ് ചോദ്യം. കൈഫ ഹാലുക്കിൽ യൗം, ഇന്ന് എങ്ങനെയുണ്ട്. അൽ യൗമ, ഇന്ന്. അൽ യൗമ എന്ന് പറഞ്ഞ എന്താണ്, ഒരു സമയത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അതിനെന്ത് ചെയ്യും, നെസ്ബ് ചെയ്യും. സമയത്തെ സൂചിപ്പിക്കുന്ന പദത്തിന് നെസ്ബ് ചെയ്യും. ലഅല്ലക അൽ യൗമ അഹ്സൻ,
ഇന്ന് നിനക്ക് നല്ലതാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേട്ടാ, ലാലക്കൽ യൗമ അഹ്സൻ, അല്ലെങ്കിൽ നിനക്ക് നല്ലതാകട്ടെ, ആയിരിക്കട്ടെ. മുഹമ്മദ് നഅം അനൽ യൗമ അഹ്സൻ. അപ്പോ അനൽ യൗമ, അന എന്ന് പറഞ്ഞു, അത് ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അൽ യൗമ അഹ്സനു, ഏറ്റവും ഞാൻ എന്താണ് നല്ലതാണ്, എനിക്കിത് നല്ല ആളാണ് ഞാൻ, എനിക്കിന്ന് കുഴപ്പമൊന്നുമില്ല എന്നാണ്. അൽഹംദുലില്ലാ അഹ്സൻ. ഹാമിദ്, ഐ ആം ബെറ്റർ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഐ ആം ബെറ്റർ. ഹാമിദ് മത്താ തദ്ഹബീന ഇലൽ മുസ്തശ്ഫ, മാദാ തഫ്അലീന പറഞ്ഞു. അതേപോലെ മത്താ തദ്ഹബീന, മത്താ തദ്ഹബീന, എപ്പോഴാണ് നീ പോകുന്നത്, ഇലൽ മുസ്തശ്ഫ, ഹോസ്പിറ്റലിൽ എപ്പോഴും പോകും. അപ്പൊ ദഹബയുടെ കൂടെ ഇല ഉപയോഗിക്കണം. ഇവിടെ ആരാണ് ചോദിച്ചത്? മുസ്തശ്ഫ. ഇവിടെ ഇപ്പൊ ആരാ ചോദിച്ചത്? ഹാമിദ് ചോദിച്ചു. ഹാമിദാണ് ചോദിച്ചത്. അതായത് അബു അഹമ്മദ്. മറ്റാ തദ്ഹബീന, അപ്പൊ അഡ്രസ് ചെയ്യുന്ന ആളിനെ അനുസരിച്ചാണ് ചോദ്യം, ക്രിയ വരുന്നത്. അഡ്രസ് ചെയ്യുന്ന ആളെ അനുസരിച്ചാണ് ക്രിയ വരുന്നത്. അല്ലെങ്കിൽ ഫാഇൽ ആരാണ് എന്നതിനനുസരിച്ചാണ് ക്രിയ വരുന്നത്. തദ്ഹബീനയില് ഫാഇൽ ആരാണ്? അൻതി ആണ്. മറ്റാ തദ്ഹബീന അൻതി എന്നാണ്, നീ എപ്പോൾ പോകുന്നു. അപ്പൊ പെണ്ണിനോട് ചോദിക്കുന്നുണ്ടാണ് തദ്ഹബീന വന്നത്. അൽ ഇലൽ മുസ്തശ്ഫ. അപ്പൊ ദഹ വരുമ്പോൾ അതിന്റെ കൂടെ ഇല പറയണം. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്ന സംഗതിയാണ്. തദ്ഹബു ഇല. ഉമ്മു അഹ്മദ് സഅദ്ഹബു ബഅദ സഅത്തിൻ ഇൻഷാ അല്ലാഹ്. സഅദ്ഹബു ബഅദ സഅത്തിൻ, ഞാൻ അന്ത്യനാളിന് ശേഷം പോകുന്നല്ല. സഅത്ത് എന്താ? മണിക്കൂർ, അവർ. അപ്പോ 1 മണിക്കൂർ എന്നാണ്. സഅത്തിന്റെ എണ്ണം പറയാത്തതുകൊണ്ട് സഅത്തിൽ നിന്ന് മാത്രം പറഞ്ഞാൽ 1 മണിക്കൂർ. ബഅദ സഅത്തിൻ, ആഫ്റ്റർ ആൻ അവർ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ അസ്ഹബു എന്ന വാക്രിയ ഉപയോഗിച്ചു എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സംസാരിക്കുന്ന ആള് മുത്തകല്ലിമിന് ആണിനും പെണ്ണിനും ഒന്ന് തന്നെയാണ്. അസ്ഹബു. ഹാമിദ് മഅമൻ തദ്ഹബീന, മഅമൻ തദ്ഹബീന, ആരോടൊപ്പമാണ് നീ പോകുന്നത്. മഅമൻ, അത് നമുക്ക് പഠിച്ചിരിക്കാവുന്ന ഒരു പദമാണ്. മഅമൻ, ആരോടൊപ്പമാണ്. ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മഅമൻ. ഉമ്മു അഹ്മദ് സഅദ്ഹബു മഅ അഹ്മദ, സഅദ്ഹബു മഅ അഹ്മദ, ഞാൻ അഹ്മദിനോട് പോയിക്കോളാം എന്ന് പറഞ്ഞാല് ഞാൻ മോന്റെ കൂടെ പോകാം. സഅദ്ഹബു മഅ അഹ്മദ്. ഹാമിദ് അതഅരിഫീന. അപ്പൊ ഈ ക്രിയ എല്ലാം എഴുതി വെക്കണം കേട്ടോ. പെണ്ണിനോട് ചോദിച്ചത്, ഒരു പെണ്ണിനോട് ചോദിച്ചത്. അതഅരിഫീന തബീബത അല്ലതി ദഹബതി ഇലൈഹ അംസി. അതഅരിഫീന, അറഫ, അറിഞ്ഞു. തഅരിഫു, നീ ഒരു പുരുഷൻ അറിഞ്ഞു. അല്ലെങ്കിൽ ഹിയ തഅരിഫു, അവൾ അറിഞ്ഞു, അവൾ അറിയുന്നു. തഅരിഫു, നീ അറിയുന്നു, ഒരു പുരുഷൻ അറിയുന്നു. തഅരിഫീന, നീ ഒരു സ്ത്രീ അറിയുന്നു. അതഅരിഫീന തബീബത, നീ ഡോക്ടറിനെ അറിയുമോ. തബീബത്ത, ഡോക്ടറിനെ, ആ ഫീമെയിൽ ഡോക്ടറിനെ അറിയുമോ. അല്ലതി ദഹബതി ഇലൈഹ, അപ്പൊ ദഹബയുടെ കൂടെ ഇല വന്നു. അല്ലതി ദഹബതി ഇലൈഹ, നീ പോയതായ. അംസി, ഇന്നലെ. ഇലൈഹ, അവളുടെ അടുക്കിലേക്ക്. ഉമ്മു അഹ്മദ് നഅം അഅരിഫുഹ, അഅരിഫുഹ, ഞാൻ ആ ഡോക്ടറിനെ അറിയും. ഇസ്മുഹ അദ്ദക്തൂറത്തു സുആദു, ഇസ്മുഹ അദ്ദക്തൂറത്തു സുആദു, ഡോക്ടർ സുആദ് എന്നാണ് അവരുടെ പേര്. യഖൂലൂന ഇന്നഹ അഹ്സനു തബീബത്തിൻ ഫിൽ മുസ്തശ്ഫ. യഖൂലൂനക്ക് മാർക്ക് ചെയ്ത് വെക്കുക. യഖൂലൂന എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറയുന്നു കേട്ടാ. അപ്പൊ ആൾക്കാർ പറയുന്നു എന്ന് പറയുന്നു. യഖൂലൂന നാസം നമ്മൾ പറയണ്ട, യഖൂലൂന എന്ന് മാത്രം പറഞ്ഞാൽ. കാരണം എന്താണ്, ഒരു സ്പെസിഫിക് നാമം അല്ല, ആര് പറയുന്നു എന്ന് പറയുന്നില്ല.
മറിച്ച് എന്താണ് ആൾക്കാർ പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നാസ് പറയേണ്ട കാര്യമില്ല. യഖൂലൂൻ എന്ന് മാത്രം പറഞ്ഞാൽ യഖൂലൂൻ ആൾക്കാർ പറയുന്നു. യഖൂലൂന ഇന്നഹ അഹ്സനു അഹ്സൻ തബീബത്തിൻ അഹ്സനു തബീബത്തിൻ നമ്മൾ പറഞ്ഞു അത് ശേഷമുള്ളതിനോട് ഇളാഫത്ത് ചെയ്താൽ വരിക. അഹ്സനു തബീബത്തിൻ ബെസ്റ്റ് ഡോക്ടർ ഫിൽ മുസ്തഷ്ഫ ഇൻ ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലെ ഏറ്റവും നല്ല ഡോക്ടറാണ് ആ ഡോക്ടർ എന്ന് ജനങ്ങൾ പറയുന്നു കേട്ടോ. യഖൂലൂന ഹാമിദ് അലാ തഫ്അലൂന യാ അബ്നാഇ. അപ്പോ ഒരു പെണ്ണിനോട് ചോദിച്ചത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ഹാമിദ് കുട്ടികളോട് മക്കളോട് ചോദിക്കുകയാണ് മാദാ തഫ്അലൂന യാ അബ്നാഇ. അബ്നാഇനോട് ആൺമക്കളോട് എന്ത് ചോദിച്ചു? മാദാ തഫ്അലൂന യാ അബ്നാഇ. ആൺമക്കളോട് ചോദിച്ചപ്പോൾ തഫ്അലൂന എന്നാണ്. അലൂനയുടെ കർത്താവ് അൻതുമാണ്. ആണുങ്ങളായതുകൊണ്ട് മാദാ തഫ്അലൂന എന്ന് ചോദിച്ചു. യാ അബ്നാഇ മക്കളെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അൽ അബ്നാഉ നക്തുബുൽ വാജിബാത്തി ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അൽ വാജിബാത്തി. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് പറയുന്നത്. ദഹബ് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഈല പറഞ്ഞു. ബഹസ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? എന്താ ഉപയോഗിച്ചു? ബാസരോട് എന്ത് ഉപയോഗിച്ചു? ഇത് പറഞ്ഞു അൻ ഉപയോഗിച്ചു. അനിയല്ല അൻ ഉപയോഗിച്ചു. ദഹബ് പറഞ്ഞപ്പോ ഈല ഉപയോഗിച്ചു. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആ പദം ഉപയോഗിക്കും എന്ന് ബ്രാക്കറ്റിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ എഴുതി. ദഹബ അൻ, ദഹബ ഇല പോയി, ബഹസ അൻ സെർച്ച് ചെയ്തു അതിനെ സംബന്ധിച്ച് അൻ. അല്ല പിന്നെ നക്തുബുൽ വാജിബാത്തി ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വാജിബാത്ത് എന്താ? ഹോംവർക്ക്. ഹോംവർക്ക്. വാജിബാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ പണി എന്ന് പറയുന്നത് ഹോംവർക്കാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യം. വാജിബാത്ത് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ വർക്ക് എന്ന അർത്ഥത്തിലാണ് ഹോംവർക്ക് എന്ന് നമ്മൾ പറയും. ഹാമിദ് അതഫ്ഹമൂന ദുറൂസ ജയ്യിദൻ. അപ്പോ തഫ്അലൂന നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാണ്? ഒന്നുകൂടെ സ്ത്രീലിംഗ രൂപം പറയാൻ വേണ്ടി അത് എടുത്തു പറയുകയാണ് കേട്ടോ. സ്ത്രീലിംഗ രൂപങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഇത് നമ്മൾ ഒന്നുകൂടെ എടുത്തു പഠിക്കാം. മാദാ തഫ്അലൂന നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നേരത്തെ ചോദിച്ചു. ഇവിടെ അതഫ്ഹമൂന ദുറൂസ ജയ്യിദൻ നിങ്ങൾ പാഠം നന്നായി മനസ്സിലാക്കുന്നുണ്ടോ? അതഫ്ഹമൂന നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ദുറൂസ പാഠങ്ങൾ ജയ്യിദൻ നല്ലതുപോലെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്നാണ്. ജയ്യിദ് നല്ലത്, നന്നായി മനസ്സിലാകുന്നുണ്ടോ? അല്ല ബിനാ നഅം നഫ്ഹമുഹ. അപ്പോ അവരെന്ത് പറഞ്ഞു? നക്തുബു എന്ന് പറഞ്ഞു, അതേപോലെ നഫ്ഹമു എന്ന് പറഞ്ഞു. നക്തുബു നഫ്ഹമു എന്ന് പറയുന്നതാണ് അബ്ന ആണ് പറയുന്നത്. ആമത്താണ് നഅം നഫ്ഹമുഹ ജയ്യിദൻ വൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നന്നായി മനസ്സിലാവും. ആമീൻ. അയ്യ സൂറത്തിൻ തഹ്ഫളൂന അൽആൻ. ഇപ്പോഴേ സൂറത്താണ് നിങ്ങൾ മനഃപ്പാടമാക്കുന്നത്? അയ്യ സൂറത്തിൻ തഹ്ഫളൂന അൽആൻ. അൽആന ഇപ്പോൾ. അൽആന അല്ലാന വന്നിട്ടുള്ള ആയത്തൊരു ഓർമ്മയുണ്ടോ? അൽആനയുണ്ട്. അല്ലാന പറയും അൽആന ഖഫഫ അല്ലാഹു അൻകും. അൽ സൂറത്തു അൻഫാൽ. അഹ്മദ് അമ്മ അന എന്നാൽ ഞാൻ ഫഅഹ്ഫളു. അപ്പൊ അതായത് രണ്ട് സംഗതികൾ പറയുന്നതുകൊണ്ടാണ് ഒരു അമ്മ ആദ്യം പറയുന്നത്, പിന്നെ അമ്മ വരും. ഒന്നിലധികം സംഗതികൾ ഉണ്ടാവും. അപ്പൊ നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഇത് പഠിക്കുന്നു, അവനാണെങ്കിൽ അത് പഠിക്കുന്നു എന്ന് പറയും. ആ അർത്ഥത്തിലാണ് പറയുന്നത്. അമ്മ അന ഫഅഹ്ഫളു സൂറത്തൽ മുൽക്കി. ഞാൻ സൂറത്തൽ മുൽക്കി. സൂറത്തിന്റെ പേര് വരുമ്പോൾ ഇളാഫത്ത് ചെയ്താണ് വരിക എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ ശ്രദ്ധിക്കുക. സൂറത്തൽ മുൽക്കി
അഹ്ഫദു അഹ്ഫദുവിന്റെ മഫ്ഊലുൻ ബിഹിയാണ് സൂറത്ത്. അതെന്താണ്? ഡയറക്റ്റ് മഫ്ഊലുൻ ബിഹിയാണ്. അവിടെ നിന്ന് കണക്ട് ചെയ്യാൻ വേറെ കണക്ടർ ഒന്നും വേണ്ട. കണക്ടർ ആവശ്യമില്ലാത്തതാണ്. ബഹസയ്ക്ക് കണക്ടർ വേണം, ദഹബയ്ക്ക് കണക്ടർ വേണം, അതേസമയം ഹഫളയ്ക്ക് കണക്ടർ വേണ്ട. അഹ്ഫദു സൂറത്തൽ മുൽക്കി, ഞാൻ അൽ മുൽക്ക് അധ്യായം പഠിക്കുകയാണ്. വഅമ്മ ഹഉലാഇ, ഇവരെല്ലാം ഫയഹ്ഫളൂന സൂറത്തൽ ഖലമി, അവർ യഹ്ഫളൂന അവർ മനഃപ്പാടമാക്കുന്നത് സൂറത്തൽ ഖലമാണ്, പേനയുടെ അധ്യായം. അൽ ഖലം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. അൽ ഖലം എന്നുണ്ട് ഒരു അധ്യായത്തിന് പേരുണ്ട്. നമ്മുടെ കയ്യിൽ പേന ഉണ്ടാവും. പേന എപ്പോഴും കൊണ്ട് നടക്കണമെന്നാണ്. കാരണം ഇതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ അവര് അൽക്കലം അധ്യായമാണ് പഠിക്കുന്നത്. ഹാമിദ് وماذا تفعلن أنتن يا بناتي. നേരത്തെ എന്ത് പറഞ്ഞു? ഇവിടെ ماذا تفعلون يا أبنائي. ഈ സെന്റൻസ് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ 2 പാർട്ടായിട്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഒരു ഭാഗത്ത് ماذا تفعلون يا أبنائي, അപ്പൊ തഫ്അലൂനയിൽ അടിവരയിടുക, അബ്നായിലും അടിവരയിടുക. എന്നിട്ട് പെണ്ണുങ്ങളോട് ചോദിക്കുമ്പോൾ ഇടത് സൈഡിൽ അടുത്ത് എഴുതി വയ്ക്കുക ماذا تفعلون ماذا تفعلن يا بناتي, ماذا تفعلن يا بناتي. അപ്പോ നൂന് നിസ്വത്തിന് മുമ്പ് എന്താണ്? സുക്കൂനാണ്. ماذا تفعلن, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? യാ ബനാത്തി, പെൺമക്കളെ. അൽ ബനാത്തു നഹ്നുൽ ആന നൽഅബു, ഞങ്ങൾ കളിക്കുകയാണ്. അവർ ഹോംവർക്ക് എഴുതുകയാണ്, നമ്മൾ കളിക്കുക. നഹ്നുൽ ആന നൽഅബു. അപ്പൊ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞു? നൽഅബു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ആണ് പറഞ്ഞതുപോലെ തന്നെ പെണ്ണും പറയുന്നു. നഹ്നു നക്തുബു എന്ന് പറഞ്ഞു, ആൺകുട്ടികൾ പറഞ്ഞു. പെൺകുട്ടികൾ എന്ത് പറഞ്ഞു? നൽഅബു എന്ന് പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ വലതുവശത്തും ഇടതുവശത്തുമായിട്ട് എഴുതി. രണ്ടും വരയിടാം, അത് സെയിമാണ്. ഹാമിദ്, അതാണ് വായിച്ചല്ലേ. ഹാമിദ് അഫി വഖത്തിൽ അമലി തൽഅബ്ന. വഖത്തിൽ അമൽ, അഫി വഖത്തിൽ അമലി. വഖത്തുൽ അമൽ എന്താ? ജോലി സമയം. വർക്കിംഗ് അവേഴ്സ്, വർക്കിംഗ് ടൈം. വഖത്തുൽ അമൽ, വർക്കിംഗ് ടൈം. ഇവിടെ വർക്കിംഗ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് പഠിക്കേണ്ട സമയം അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കേണ്ട സമയം എന്നർത്ഥം. അഫി വഖത്തിൽ അമലി തൽഅബ്ന. അപ്പോ തൽഅബ്ന, തഫ്അൽന വ തൽഅബ്ന. മാദാ തഫ്അൽന, പെണ്ണുങ്ങളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പെണ്ണുങ്ങളെ നിങ്ങൾ കളിക്കുന്നു. അഫി വഖത്തിൽ അമലി തൽഅബ്ന, വർക്കിംഗ് അവേഴ്സിലാണോ നിങ്ങൾ, വർക്കിംഗ് ടൈമിലാണോ നിങ്ങൾ കളിക്കുന്നത്? മതാ തഖറഅന അദ്ദുറൂസ വമതാ തക്തുബന അൽവാജിബാത്ത്. ഈ വാക്കുകളൊക്കെ നമ്മൾ എഴുതി വെച്ച് പഠിക്കണം. പെണ്ണുങ്ങൾ തൽഅബ്ന വതഖറഅന, ആ നിങ്ങളാകുന്ന പെണ്ണുങ്ങൾ തഖറഅന വായിക്കുന്നു, വ തക്തുബന നിങ്ങൾ എഴുതുന്നു, അൽവാജിബാത്ത്. മതാ തഖറഅന അദ്ദുറൂസ, എപ്പോഴാണ് നിങ്ങൾ പാഠം വായിക്കുന്നത്? വമതാ തക്തുബന അൽവാജിബാത്ത്, എപ്പോഴാണ് നിങ്ങൾ എഴുതുന്നത്? അൽബനാത്ത്. ഷേഖ് എന്താ ലേറ്റ് ആയതെന്ന്? ഞാൻ ലേറ്റ് ആയില്ലല്ലോ. കേക്ക് എത്ര മണിക്ക് കയറി? തുടക്കത്തിലുണ്ട്. പേജ് നമ്പർ എത്രയാണ് എന്ന് ചോദിച്ചപ്പോ നിങ്ങളാണോ പറഞ്ഞത്? ഏത് പേജ് നമ്പർ എത്രയാണ് വായിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ? അല്ല, ഞാനല്ല. തുടക്കത്തില്
ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അപ്പൊ തുടക്കത്തിൽ ഉണ്ടായിരുന്ന നിങ്ങൾ ഈ പേജ് നമ്പർ ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇല്ല. പേജ് നമ്പർ ചോദിക്കുമ്പോൾ ഇല്ല. അതാണ് ഞാൻ ചോദിച്ചത് ലേറ്റ് ആയത് എന്താണ്. 1 സെക്കൻഡ് 2 സെക്കൻഡ് ആയിട്ടുണ്ടാവും. സെക്കൻഡ് ഒന്നുമല്ല. ഓക്കെ. അപ്പൊ ഞങ്ങള് ഇപ്പോഴും വന്ന ആളിന്റെ പേര് ചോദിച്ച് ആ പേര് പറഞ്ഞ ആളുടെ പേര് ലേറ്റായി വന്ന ആളുടെ പേര് എന്ത് പേരാ ചോദിച്ചത്? ലേറ്റായി വന്ന ആളുടെ പേര് ചോദിച്ചത് കേട്ടായിരുന്നു ഞങ്ങള്? അത് കേട്ടില്ല. അപ്പൊ അന്നേരം ലേറ്റായി വന്ന ആളുടെ പേര് ചോദിച്ചത്. ചോദിക്കാൻ കാരണം നമ്മൾ ഈ സംഗതികളെല്ലാം സെറ്റ് ചെയ്ത് ഒരുപാട് സജ്ജീകരണങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇത് കറക്റ്റ് ആയിട്ട് ലൈറ്റും എന്താ പറയാ ബെല്ലും ബ്രേക്കും ഒക്കെ ഉള്ളത് പോലെ വർക്ക് ചെയ്യുള്ളൂ. ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ച് കാത്തിരുന്നാല് പണ്ടാലെ പറഞ്ഞതുപോലെ ഇമാമ് ലേറ്റ് ആയാലും മാമൂമുകൾ ലേറ്റ് ആകാൻ പാടില്ലെന്നാണ്. ഉസ്താദ് ലേറ്റ് ആയാലും കുട്ടികൾ ലേറ്റ് ആകാൻ പാടില്ല. അത് പറയാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റും. ശരി. അപ്പോ എപ്പോഴാണ് നിങ്ങൾ തലാബിന നിങ്ങൾ പെണ്ണുങ്ങൾ കളിക്കുന്നു, തക്റഇന നിങ്ങൾ പെണ്ണുങ്ങൾ വായിക്കുന്നു, തക്തുബിന നിങ്ങൾ പെണ്ണുങ്ങൾ എഴുതുന്നു. അൽബനാത് നഹ്നു ഖറഅന ദുറൂസ നഹ്നു ഖറഅന അദ്ദുറൂസ. അപ്പൊ ഫേല് മാളിയാണ് വന്നത്. ഖറഅന ഞങ്ങൾ വായിച്ചു. ഖറഅന എന്ന് പറയാനും എന്ത് മതി? ആണുങ്ങൾ പറയിക്കുന്ന പോലെ ഉള്ള പ്രയോഗം മതി. ഓക്കെ. ഖറഅന ദുറൂസ ഞങ്ങൾ പാഠം വായിച്ചു കഴിഞ്ഞു. വകതബന ഞങ്ങൾ എഴുതി കഴിഞ്ഞു. അൽ വാജിബാത്ത് ഞങ്ങൾ ഹോംവർക്ക് ഒക്കെ എഴുതി. അൽഹംദുലില്ലാഹ് ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കളിക്കുന്നത്. ഹാമിദ് അഹ്സൻതുന്ന യാ ബനാതി അഹ്സൻതുന്ന. അപ്പോ ഒരു പുരുഷനോട് പറയുമ്പോ അഹ്സൻത, കുറെ പുരുഷന്മാരോട് പറയുമ്പോ അഹ്സൻതും, ഒരു പെണ്ണിനോട് പറയുമ്പോ അഹ്സൻതി, കുറെ പെണ്ണുങ്ങളോട് പറയുമ്പോ അഹ്സൻതുന്ന അഹ്സൻതുന്ന. യാ ബനാതി well done my daughters. هكذا تفعل التلميذات المجتهدات. هكذا تفعل التلميذات المجتهدات. അപ്പൊ എന്ത് പറഞ്ഞു? ഇത് നമ്മുടെ നോട്ട്ബുക്കിൽ അടിവരയിട്ട് എഴുതി വെക്കണം. തഫ്അലു തിൽമീദാത്ത്. തിൽമീദാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഒരു സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിച്ചത്. തഫ്അലു ആര് പ്രവർത്തിക്കുന്നു? തിൽമീദാത്ത്. തിൽമീദാത്തിന്റെ അർത്ഥം എന്താ? തിൽമീദ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ. തിൽമീദിൻ ശിഷ്യൻ. തിൽമീദ് നേരത്തെ പറഞ്ഞില്ലേ? തിൽമീദ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പീപ്പിൾ. അത് അറബിയിൽ പ്രയോഗത്തിന് അത്രത്തോളം യോജിച്ചു വരുമെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ സാധാരണഗതിയിൽ പറയുമ്പോൾ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് വരുന്നത്. ആ റിലേഷൻഷിപ്പ് ഉള്ളതാണ്, ആ രീതിയിലാണ് തിൽമീദ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റുഡന്റ് എന്ന് പറയുന്നതിന് ഉപരി അത് കുറച്ചുകൂടെ കണക്ഷൻ ഉള്ളതാണ് തിൽമീദ് എന്ന വാക്ക്. ഒരാള് ഇപ്പം അദ്ദേഹം മറ്റേ ആളുടെ ശിഷ്യനാണ് എന്ന് പറയുമ്പോൾ അന്ന തിൽമീദുൽ ഉസ്താദ് നുജൂം എന്ന് പറയാം. അന്ന താലിബുൽ ഉസ്താദ് നുജൂം എന്ന് പറയില്ല. അന്ന താലിബ് ഉസ്താദ് നുജൂം എന്ന് പറയില്ല. അന്ന തിൽമീദ് എന്നേ പറയുള്ളൂ. അതാണ് എൻ്റെ വ്യത്യാസം. അതാണ് ശിഷ്യൻ. ഹക്കദ തഫ്അലു തിൽമീദാത്തു. അപ്പൊ ഇങ്ങനെയാണ് തിൽമീദാത്ത് പണിയെടുക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അൽ മുജിത്തഹിദാത്ത് പണിയെടുക്കുന്ന, പഠിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്ന കുട്ടികൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്താ? തഫ്അലു എന്നത് ഏകവചനമാണ്. തിൽമീദാത്ത് സ്ത്രീലിംഗ ബഹുവചനമാണ്. അപ്പൊ തഫ്അലു എന്തുകൊണ്ട് ഏകവചനം ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ
ക്രിയ ആദ്യം വരികയും കർത്താവ് രണ്ടാമത് വരികയും ചെയ്യുമ്പോഴാണ്. ക്രിയ ആദ്യം വരികയും കർത്താവ് രണ്ടാമത് വരികയും ചെയ്യും. തഫ്അലു എന്നത് ക്രിയയാണ്. ആ ക്രിയയുടെ കർത്താവ് തെൽമീദാത്താണ്. തെൽമീദാത്ത് പിന്നീട് വന്നത് കൊണ്ടാണ് തഫ്അലു എന്ന സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചത്. ഖുർആൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. തഫ്അലു തെൽമീദാത്ത് മുജ്തഹിദാത്ത്. മത്താ തദ്ഹബന ലിസിയാറത്തി ഖാലത്തികുന്ന അതഅരിഫ്ന അന്നഹാ മരീദത്തുൻ. മത്താ തദ്ഹബന, നേരത്തെ പറഞ്ഞു തദ്ഹബന, നേരത്തെ തദ്ഹബീനയാണ് പറഞ്ഞല്ലേ. അപ്പോ പെണ്ണിനോട് ഒരു സ്ത്രീയോട് പറഞ്ഞു തദ്ഹബീന എന്ന് പറഞ്ഞു. ഇപ്പൊ പെണ്ണുങ്ങളോട്, പെൺകുട്ടികളോട് എന്ത് പറഞ്ഞു? കുറെ പെണ്ണുങ്ങളോട് പറയുമ്പോ മത്താ തദ്ഹബന, നിങ്ങൾ എപ്പോഴാണ് പോകുന്നത്? ഈ ഉദാഹരണം നമുക്ക് എടുത്തെഴുതി എന്ത് ചെയ്യാം, മറന്നുപോകാതിരിക്കാൻ വേണ്ടി എടുത്തെഴുതി വെക്കാം. അവിടെ ചോദിച്ചത് എന്താണ്? നേരത്തെ ഉമ്മു അഹമ്മദിനോട് എന്ത് ചെയ്തു? ചോദിച്ചു, അഹമ്മദ് മത്താ തദ്ഹബീന എന്ന് ചോദിച്ചു അല്ലേ? മത്താ തദ്ഹബീന എന്നാണ് ഉമ്മ അഹമ്മദിനോട് ചോദിച്ചത്. ഇപ്പോ ബനാത്ത് അഹമ്മദിനോട് എന്ത് ചോദിക്കുന്നു? ബനാത്ത് ഹാമിദിനോട് ഹാമിദ് എന്താ ചോദിക്കുന്നത്? മത്താ തദ്ഹബീന. മത്താ തദ്ഹബിന ബഹുവചനമാണ്. അപ്പോ മത്താ തദ്ഹബിന, എപ്പോഴാണ് നിങ്ങൾ പോകുന്നത്? ലിസിയാറത്തി ഖാലത്തികുന്ന. ഖാലത്ത് എന്താണ്? ഖാലത്ത് ഖാലത്ത് അമ്മായി അല്ല, ഉമ്മാന്റെ സിസ്റ്റർ. ഉമ്മാന്റെ സിസ്റ്റർ നിങ്ങൾ എവിടെയൊക്കെ അമ്മായി എന്നാണ് വിളിക്കുന്നത്. ഞാൻ ക്ലാസിന്റെ തുടക്കം മുതലേ പറഞ്ഞു, ഖാല് എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ സഹോദരൻ. അപ്പോ ഉമ്മാന്റെ സഹോദരനെ സ്ത്രീലിംഗമാക്കിയാൽ എന്താവും? ഖാലത്തുൻ, ഉമ്മാന്റെ സഹോദരി. അറബിയിൽ എളുപ്പമാണ്. അമ്മുൻ, അപ്പാന്റെ സഹോദരൻ. അമ്മനെ സ്ത്രീലിംഗമാക്കിയാൽ അമ്മത്തുൻ ആകുമ്പോ അപ്പാന്റെ സഹോദരി. അതാണ് ഖാലത്ത്. മൂത്തമ്മ കുഞ്ഞുമ്മ എന്നൊക്കെ പറയാം. ലിസിയാറത്തി ഖാലത്തി കുഞ്ഞ, നിങ്ങളെ കുഞ്ഞുമ്മയെ കാണാൻ നിങ്ങൾ എപ്പോഴാണ് പോകുന്നത്? അതഅരിഫ്ന അന്നഹാ മരീദത്തുൻ. തഅരിഫ്ന, നിങ്ങൾ മനസ്സിലാക്കിയോ, നിങ്ങൾ അറിയുന്നുണ്ടോ? അന്നഹാ മരീദത്തുൻ. അപ്പൊ അന്ന വന്നു. നേരത്തെ ഒരു വന്നല്ലോ അന്ന, നമ്മൾ മറന്നുപോയല്ലോ പറയാൻ. യഖൂലൂന പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? അവിടെ വരെ ഇടുക. യഖൂലൂന ഇന്നഹ അഹ്സൻ. യഖൂലൂന ഇന്നഹ. അപ്പൊ ഇന്ന എപ്പോഴാ വരുന്നത്? ഇന്ന കൗലിന് ശേഷം ഇന്നയാണ് ഉപയോഗിക്കുക. കാലയുടെ രൂപഭേദങ്ങൾക്ക് ശേഷം ഇന്നയാണ് ഉപയോഗിക്കുക. യഖൂലൂന ഇന്നഹ അഹ്സന തബീബത്തിൻ. ജനങ്ങൾ പറയുന്നു ഇന്നഹ അഹ്സന തബീബത്തിൻ, അവർ നല്ല ഡോക്ടറാണ്. ഇവിടെ എന്ത് പറഞ്ഞു? അതഅരിഫ്ന അന്നഹ മരീദത്തുൻ. അപ്പൊ കൗല അല്ലാത്ത വാക്ക്, കാലയുടെ രൂപഭേദം അല്ലാത്ത വാക്ക് വന്നാൽ എന്ത് പറയും? ഫെയില് വന്നാൽ അന്ന ഉപയോഗിക്കണം. അതഅരിഫ്ന, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ? അന്നഹ മരീദത്തുൻ, അവൾക്ക് സുഖമില്ല എന്ന്, രോഗിയാണെന്നും. അൽബനാത്ത് ഞാൻ നഅരിഫു. നഅരിഫു, അപ്പൊ ആണുങ്ങൾ പറയുന്ന പോലെ തന്നെയാണ് പെണ്ണുങ്ങൾ പറയുന്നത്. നക്തുബു എന്ന് ആണുങ്ങൾ പറഞ്ഞു, അതേപോലെ പെണ്ണുങ്ങൾ നഅരിഫു, ഞങ്ങൾക്കറിയാം. നഅരിഫു ദാലിക, അത് ഞങ്ങൾക്കറിയും. ഷഫാഹ അല്ലാഹ്, എന്താ ഷഫാഹ അല്ലാഹ് എന്ന് പറഞ്ഞാല്? അള്ളാഹു അവർക്ക് ഷിഫ നൽകട്ടെ എന്ന ആശംസയാണ്. അതോടൊപ്പം ഷഫ എന്ന് പറഞ്ഞാൽ പേര് മാളിയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ശമനം നൽകി, ശമനം നൽകി. ഷഫ യശ്ഫി, ഷഫ യശ്ഫി.
ഷഫ യഷ്ഫി, ശമനം നൽകി. ഖുർആനുണ്ടല്ലോ യഷ്ഫി, ഇതാ മരത്തു ഹുവ യഷ്ഫീൻ ഉണ്ട്, ആയത്തുണ്ട് അങ്ങനെ. ഇതാ മരത്തു, ഞാൻ രോഗിയായാൽ ഹുവ യഷ്ഫീൻ, അവനാണ് എനിക്ക് ഷിഫ ശമനം നൽകുന്നത്. ആ شفاها الله. سنذهب لزيارتها هذا المساء. അല്യോമ എന്ന് പറഞ്ഞില്ലേ, അല്യോമ എന്ന് പറഞ്ഞപ്പോൾ സമയത്തെ സൂചിപ്പിക്കുന്ന പദമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് നെസ്ബ് കൊടുത്തു എന്ന് പറഞ്ഞു. അതേപോലെ മസാ സമയത്തെ സൂചിപ്പിക്കുന്ന പദമായതുകൊണ്ട് അവിടെ നെസ്ബ് ചെയ്തു. ഹാദൽ മസാ, ഈ വൈകുന്നേരം അല്ലെങ്കിൽ ഈ സായാഹ്നത്തിൽ, ഈ വൈകുന്നേരം, ഇന്ന് വൈകുന്നേരം എന്ന അർത്ഥത്തിലാണ് ഹാദൽ മസാ. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ അവരെ വിസിറ്റ് ചെയ്യാൻ പോകും. ലിസിയാറത്തിഹ, അപ്പോ ലി നസൂറഹ എന്നും പറയാം, ലിസിയാറത്തിഹ എന്നും പറയാം. ലി നസൂറ, ഞങ്ങൾ ലി നസൂറ ഇവിടെ ഉപയോഗിക്കാൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചാല്, ലി വരുമ്പോഴത്തേക്ക് നെസ്ബി എന്ന കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി, ആ ഗ്രാമർ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ സിയാറത്ത് എന്ന ക്രിയാപദം ഉപയോഗിച്ചത്. ലിസിയാറത്തിഹ ഹാദൽ മസാ, ഇന്ന് വൈകുന്നേരം ഞങ്ങൾ അവരെ കാണാൻ പോകും ഇൻഷാ അല്ലാഹ്. ഹാമിദ്, യാ അഹ്മദ് അതാരിഫു മതാ യർജിഉൽ ജീറാനു മിൻ മക്കത്ത. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക. ഹക്കദാ തഫ്അലു തിൽമീദാത്തു എന്ന് പറഞ്ഞു, പ്രകാരമാണ് തിൽമീദാത്ത് പ്രവർത്തിക്കുന്നത് എന്ന് പറയും. അപ്പൊ ഇവിടെ തിൽമീദാത്ത് സ്ത്രീലിംഗ ബഹുവചനമാണ്, അതിന് പകരം ക്രിയ എന്തുപയോഗിച്ചു? സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. യഫ്അലു ഹിയ തഫ്അലു എന്ന രീതിയിൽ. ഇവിടെ എന്ത് പറഞ്ഞു? മതാ യർജിഉൽ ജീറാനു. ജീറാൻ എന്താണ്? ജീറാൻ ജീറാൻ അറിയാമോ? ജാറിന്റെ ബഹുവചനമാണ് ജീറാൻ. ജീറാൻ, ജാറുൻ ബഹുവചനം ജീറാൻ. ജാർ എന്താ? വൽജാരി ദിൽ ഖുർബ വൽജാരിൽ ജുനുബി എന്നൊക്കെ പഠിച്ചില്ലേ, ഖുർആനിൽ വായിച്ചിട്ടുണ്ട്. ജാർ, ജാർ എന്ന് പറഞ്ഞ നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജാർ, നെയ്ബർ, ഈ പാഠത്തിൽ വന്നിട്ടില്ല, പുതിയ വാക്കാണ്. ജാർ, നെയ്ബർ, അതിന്റെ ബഹുവചനമാണ് ജീറാൻ. ജീറാൻ. മത്താ യർജിഉൽ ജീറാനു മിൻ മക്ക, മിൻ മക്കത്ത. അപ്പോ അൽ ജീറാൻ ബഹുവചനമാണ്, അതിനെന്ത് ചെയ്തു? ഏകവചനമാണ് ക്രിയ ഉപയോഗിച്ചത്. അപ്പൊ പുല്ലിംഗ സ്ത്രീലിംഗ ബഹുവചനം വന്നപ്പോൾ സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. പുല്ലിംഗ ബഹുവചനം വരുമ്പോൾ പുല്ലിംഗ ഏകവചനം ഉപയോഗിച്ചു. മത്താ യർജിഉൽ ജീറാനു മിൻ മക്കത്ത, മിൻ മക്കത്ത. മക്കത്തിന് എന്തുകൊണ്ടാ സ്ത്രീ ഇത് വന്നത്, വയറ് മുൻസിരിഫായത്? മക്കയും ജിദ്ദയൊക്കെ എന്താണ്? പെണ്ണുങ്ങളല്ലേ? പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങള്. താഴെയുള്ള നാമങ്ങളെല്ലാം വയറ് മുൻസിരിഫാണ്. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചേ. ഹംസത്തു, ഫാത്തിമത്തു, ഫാത്തിമത്തു ആയിരുന്നാലും ഹംസത്തു ആയിരുന്നാലും ത്വൽഹത്ത് ആയിരുന്നാലും സ്ത്രീലിംഗ നാമമാണ്. അതെല്ലാം എന്താണ്? സോറി, അത് അക്ഷരത്തിൽ സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഗൈർ മുൻസരിഫാണ്. ആ നാമങ്ങളെല്ലാം, താഴെയുള്ള നാമങ്ങളെല്ലാം ഗൈർ മുൻസരിഫാണ്. അപ്പൊ ഇവിടെ മക്കത്തും ജിദ്ദത്തും എന്താണ്? ഗൈർ മുൻസരിഫ്. മിൻ മക്കത്ത. അഹ്മദ് ഖാല ലി യൂസുഫു ഇന്നന സനർജിഉ ഫിൽ ഉസ്ബുഇൽ ഖാദിം. അപ്പോ ഖാല ലി യൂസുഫു, ഖാല ലി യൂസുഫു, യൂസുഫ് എന്നോട് പറഞ്ഞു. അപ്പൊ ഖൗലിന് ശേഷം എന്ത് വേണം? ഇന്ന വേണം. ഇന്നന സനർജിഉ, ഞങ്ങൾ മടങ്ങി വരും. ഫിൽ ഉസ്ബുഇൽ ഖാദിം. ഖാദിം, ഖദീമ എന്ന് പറഞ്ഞാൽ വന്നു,
ഖാദിമുൻ വരുന്നത്. വരുന്ന ആഴ്ച ഞങ്ങൾ മടങ്ങി വരും എന്ന് യൂസുഫ് എന്നോട് പറഞ്ഞിരുന്നു. അളുന്നു അന്നഹം, അപ്പൊ അവിടെയും വരികയാണ്. നേരത്തെ എന്താ പറഞ്ഞത്? അന്ന ഉപയോഗിച്ച് അതാരിഫ്ന അന്നഹ, അറഫയ്ക്ക് ശേഷം അന്ന വന്നു. അതേപോലെ ഇവിടെ അളുന്നു അന്നഹും. അപ്പോ കൗലല്ലാത്ത, കാലിയുടെ രൂപഭേദമല്ലാത്ത പദം വന്നാൽ അന്ന ഉപയോഗിക്കണം ഇടയിൽ കേട്ടാ. അന്ന ഇടയിൽ വരുമ്പോൾ കാലയ്ക്ക് ശേഷമല്ലെങ്കിൽ അന്ന പറയണം. കാലയുടെ ശേഷമാണെങ്കിൽ ഇന്ന പറയാം. ഹംസ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എഴുത്തിൽ യഥാർത്ഥത്തില് ഹംസൊക്കെ പിന്നീട് ആ സൗകര്യത്തിന് വേണ്ടി ഇട്ടതാണ്. അപ്പൊ കോണ്ടംപററി ആയിട്ട് ഇപ്പോഴ് എന്താണ് ആധുനിക എഴുത്തില് എല്ലാ സ്ഥലത്തും മിക്കവാറും സ്ഥലങ്ങളിൽ ഹംസ ആവശ്യമുള്ളതൊക്കെ ഹംസ ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഭാഷ പഠിക്കുമ്പോൾ ഇന്ന എവിടെ ഉപയോഗിക്കണം, അന്ന എവിടെ ഉപയോഗിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഈ പ്രയോഗം ഇവിടെ പഠിപ്പിക്കുന്നത്. അതൊന്നു ഞാൻ കരുതുന്നു, അന്നഹും സയർജിഊന യൗമ, അന്നഹും സയർജിഊന, അവർ മടങ്ങി വരും, യൗമ സബ്തി. അപ്പൊ യൗമിന് എന്താ പത്ത്? സമയ സന്ദർഭം പറയുന്നതിന് വേണ്ടി, സമയം അല്ലെങ്കിൽ സന്ദർഭം പറയുന്നതിന് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ടാണ് യൗമിന് പത്ത് വന്നത്. സയർജിഊന, അവർ മടങ്ങി വരും, യൗമ സബ്തി, ശനിയാഴ്ച. സബത്തിന് എന്തുകൊണ്ട് കസർ വന്നു? ദിവസങ്ങളുടെ പേരെല്ലാം ഇളാഫത്ത് ചെയ്തിട്ടാണ് വരിക. അതേപോലെ സൂറത്തിന്റെ പേരുകളെല്ലാം ഇളാഫത്ത് ചെയ്തിട്ടാണ് വരിക. സൂറത്തുൽ കലമി, അതേപോലെ യൗമസബതി, അല്ലെങ്കിൽ യൗമിനെ റഫ് കൊടുത്താലും യൗമിനെ റഫ് കൊടുക്കേണ്ട, ലമ്മ കൊടുക്കേണ്ട സന്ദർഭത്തിലാണെങ്കിൽ യൗമുസബതി, യൗമുൽ ജുംഅതി, അങ്ങനെ ഇളാഫത്ത് ചെയ്തിട്ടാണ് വരിക. ഇൻഷാ അല്ലാഹ് അവര് ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം മടങ്ങി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അവിടെ നിൽക്കട്ടെ. 9:30 നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് 8:45 കയറിയത്. 8:45 വന്നപ്പോ ആരുമില്ല. പിന്നെ വാഹിദത്ത് വന്നു, പിന്നെ ഒരു വാഹിദത്ത് വന്നു, അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ മിക്കവാറും കാര്യങ്ങൾക്ക് ഉദാഹരണം വന്നിട്ടുണ്ട്. യദ്ഹബീന വന്നു, യദ്ഹബു നക്തുബു വന്നു, യൗമസബതി വന്നു, കാലയ്ക്ക് ശേഷം ഇന്ന വന്നു, കാല അല്ലാത്തതിന് ശേഷം അന്ന വന്നു. ഇതൊക്കെയാണ് പാഠത്തിന്റെ സമ്മറി പറഞ്ഞത്. ഇത്രയും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എക്സർസൈസ് എഴുതിയിടണം കേട്ടോ. ആരൊക്കെ എക്സർസൈസ് ചെയ്ത്? ഇത്രയും വെച്ചിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കുക. എഴുതാൻ പറ്റുമെന്ന് നോക്കുക കേട്ടോ. എഴുതിയിട്ടിടുക, നമുക്ക് നോക്കാം. പതിമൂന്നാമത്തെ പാഠത്തില് പാഠം കൂടെ വായിച്ചിട്ട് വേണം അടുത്ത ക്ലാസ് വരാൻ കേട്ടോ. പേജ് 91, പേജ് 91 കൂടെ വായിച്ചു തരണം. പേജ് 91 മാത്രം, 91ാമത്തെ പേജ് മാത്രം. അത് നമ്മൾ ഈ പഠിച്ച കാര്യം, ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലെ ആ ക്രിയാരൂപങ്ങളെല്ലാം, ഫോക്കസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ല, ക്രിയാരൂപങ്ങൾ. ആണുങ്ങളോട് ഒരാളോട് പറയുന്നത്, അതേപോലെ അതിന്റെ ബഹുവചനം, പിന്നെ ഒരു സ്ത്രീയോട് പറയുന്നത് അതിന്റെ ബഹുവചനം, അത് മുന്നിൽ നിൽക്കുന്ന ആളോട് പറയുന്നത്, മറഞ്ഞ ആളോട് പറയുന്നത്, ഇതൊക്കെ അതിൽ ഉണ്ട്. അതേപോലെ സ്വന്തം പറയുന്നത്, മുത്തക്കല്ലിൽ സംസാരിക്കുന്ന ആൾ പറയുന്നത് എല്ലാം ടേബിളായിട്ട് അതിൽ
കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനി മോർ ഡൗട്ട്? ഡൗട്ടൊന്നുമില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പൊ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഇത് എഴുതിയിട്ട് ഇടണം കേട്ടോ, ഗ്രൂപ്പിൽ ഇടുക, ഇത് പറഞ്ഞിട്ട് വായിച്ചിട്ട് വരിക. ഇൻഷാല്ലാ വീണ്ടും കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാ ബിഇذن الله. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും